ഞാൻ എൻ്റെ ഫസ്റ്റ് കമ്പനി നിനക്കറിയാലോ, പിന്നെ പനമരത്ത് മിഥിലാജ് എനിക്ക് ഒരേപോലെ കിട്ടിയ സ്ഥലം അവിടെ. നമ്മള് MC കഴിഞ്ഞ് ഡയറക്റ്റ് പോവുക ഇന്റർവ്യൂവിന്. മിഥിലാജിന് കിട്ടി, എനിക്ക് കിട്ടി. പിന്നെ മിഥിലാജ് എന്തായി, എനിക്ക് അവിടെ നിൽക്കാൻ താല്പര്യം, അവിടെ നിന്ന് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. അന്ന് സ്റ്റാർട്ടിങ് ആണല്ലോ മിഥിലാജ്. അപ്പോൾ പോയി, ഞാൻ നിൽക്കുന്നില്ല, അവനക്ക് ഇൻട്രസ്റ്റഡ് ഇല്ല. പിന്നെ അവനക്ക് വീട് പിന്നെ അവിടെ ഒരു മൊബൈൽ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ പോന്ന്, ഞാൻ അവിടെ നിന്ന്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്ന ആംഗുലർ എന്ന് പറഞ്ഞിട്ടൊരു ടെക്നോളജിയാണ്. അത് ഞാനത് പഠിച്ച് അവിടെ ഇരുന്ന് പഠിച്ച് കാര്യങ്ങൾ ഞാൻ ഏകദേശം 1 വർഷത്തോളം അത് അവിടെ ചെയ്തിട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് ആ കൊറോണ ആ പീക്ക് ടൈമൊക്കെ വന്നു. പക്ഷെ എന്നാലും അവിടെ സ്റ്റിക്ക് ഓൺ അവിടെ ചെയ്ത് അവിടെ ഇരുന്ന് പഠിച്ച് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് 6 മാസം അവരുടെ കൂടെ ഇതിനൊക്കെ പോകാൻ പറ്റി. പിന്നെ ഒരു മാർക്കറ്റിംഗ് ഹെഡായിട്ടൊക്കെ പോകാൻ എനിക്ക് അവസരം കിട്ടി. ഇങ്ങനെ കോളേജിലൊക്കെ പോയിട്ട് നമ്മൾ ഉണ്ടാക്കിയ സോഫ്റ്റ്വെയർ അവരെ കൊണ്ട് വിൽക്കുക, അതൊക്കെ ചെയ്തിരുന്നു. ഞാനിപ്പോൾ കോഴിക്കോട്, പിന്നെ തൃശ്ശൂർ, പിന്നെ ഇവിടം വരെ പോയി, പാലക്കാട്, അങ്ങനെ കറങ്ങി അവിടം വരെ പോയി. ഞാൻ കുറേ ഒത്തിരി കോളേജുകളിൽ പോയി ഈ സാധനം സെല്ല് ചെയ്ത് അങ്ങനെയൊക്കെ ഒരു എക്സ്പീരിയൻസ് കിട്ടി അവിടെ. അത് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് ഉപ്പാക്ക് വേണമെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി. ഉപ്പ മരിച്ചു, ആകെ കിളി പോയി, ഫുൾ ഔട്ടായി. ഞാൻ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തു, എൻ്റെ ഒറ്റ സ്റ്റോപ്പടാ. പിന്നെ ഞാൻ ഇവിടെ വന്നിരുന്ന് ഞാനിങ്ങനെ ആലോചിക്കുക, ഫുൾ ബ്ലാങ്ക് മുമ്പിൽ, വേറെ ഒന്നുമില്ല. അതിൽ ഞാനൊരു ഡിസിഷനാണ് എടുത്ത്. ഒരു നോമ്പിൻ്റെ സമയമാണ്, ഫ്ലട്ടർ പഠിക്കുക. ഫ്ലട്ടറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഫ്ലട്ടറിന് ഞാൻ കണ്ട ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്ലട്ടർ മൊത്തത്തിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അതിൽ ഇതിനെ കുറിച്ച് പഠിച്ചു നോക്കുമ്പോൾ ഒറ്റ കോഡ് ചെയ്താൽ മതി, എല്ലാം ചെയ്യാം. എനിക്ക് പിന്നെ ഇതിൽ ബാക്കിയുള്ളതിലൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയാ ഹാർഡായിട്ട് തോന്നി എനിക്ക് കോഡിംഗ് ഒക്കെ. പക്ഷെ ഫ്ലട്ടർ ഭയങ്കര ഈസി ആയിട്ട് തോന്നി. ഒറ്റ കോഡ് ബേസിൽ എല്ലാ സാധനവും കിട്ടുകയാണ്. വെബ്, ഫ്ലട്ടർ, iOS, ആൻഡ്രോയിഡ്, വിൻഡോസ്, ലിനക്സിനും എല്ലാത്തിനും ചെയ്യാം. അതിൽ ഞാൻ ഉറപ്പിച്ച്. പിന്നെ ഞാൻ ആദ്യം എടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കുക. അതിന് ഞാൻ ആദ്യം വേറെ പോയി കോഴ്സ് എടുത്തൊന്നും ചെയ്തില്ല. പിന്നെ ഇതാക്കി ഒരു യൂട്യൂബിൽ ഒരു ചാനലിനെ മാത്രം ഫോളോ ചെയ്ത്, അത് ഫോളോ ചെയ്ത് ഇങ്ങനെ ഓരോന്ന് പഠിക്കാൻ. ഞാൻ എഴുതി പഠിക്കാൻ തുടങ്ങി. ഒരു കുട്ടി പഠിക്കുന്ന പോലെ ഞാൻ എഴുതി പഠിക്കാൻ തുടങ്ങി. ഓരോന്ന് അങ്ങനെ പറയും, ഞാൻ എഴുതും, കോഡ് ഞാൻ എഴുതുക, എന്നിട്ട് ഞാൻ അതിൽ ചെയ്തു നോക്കും. അതിൽ ഔട്ട്പുട്ട് കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ലാസ്റ്റ് ഞാനത് പഠിച്ചെടുത്ത്, കുറച്ച് പ്രോ ഒന്നും ആയിട്ടൊന്നുമില്ല, കുറച്ച് ഞാൻ പഠിച്ച്. അതിലാണ് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. കൽപ്പറ്റയിൽ നിന്ന് 2 ചെക്കന്മാർ, എൻ്റെ പ്രായം കൂടി ഇല്ല, അവരാണ് CEO, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്തു. അവരത് പിന്നെ വിർച്വൽ പർസ്യൂട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനീൻ്റെ പേര്. അവരവിടെ നമ്മുടെ മുണ്ടേരിക്ക് പോണ ഭാഗത്ത്, സ്ഥലത്തിന്റെ പേരെന്താ, എമിലിയിൽ ഒരു ക്വാർട്ടേഴ്സ് ഒക്കെ വാടക എടുത്തു. ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ക്വാർട്ടേഴ്സിന്റെ ഒരു ഭൂരിഭാഗം റൂമും അവർ എടുത്തു. എന്നിട്ട് അവരൊരു പ്രൊഡക്റ്റ് ഇറക്കി. പ്രൊഡക്റ്റിന്റെ പേരാണ് കിട്ടിയാലോ. കിട്ടിയാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻട്രി പോലത്തെ ഒരു ആപ്പാണ്. ഈ ആപ്പ് എന്ന് പറഞ്ഞാൽ അതിലെ എല്ലാ കാര്യങ്ങളും UPSC, PSC ഇതിനുള്ള ട്രെയിനിങ് കൊടുക്കുക. ഈ എൻട്രി ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ, പക്ക എൻട്രിന്റെ ഒരു കോപ്പി എന്ന് പറയാം. ആ ഒരു സാധനം ചെയ്തു. ഇവർ 1 ഇൻവെസ്റ്റ്മെന്റും പുറത്തുനിന്ന് ആരും ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു ഇവർക്ക്. കോഴിക്കോട് നിന്ന് കുറേ വക്കീലന്മാർ, ഡോക്ടേഴ്സൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് പുറകിൽ. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ കിട്ടി ചെയ്തു. അതിൽ എന്നെ അവർ ഹയർ ചെയ്തു. എൻ്റെ അനിയൻ വഴിയാണ് ഇത് വരുന്നത്. അപ്പം അനിയൻ്റെ ഫ്രണ്ട്സാണ്. അതിൽ ഞാൻ പറഞ്ഞു ഞാൻ ഫ്ലട്ടർ ഡെവലപ്പറായിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി. പക്ഷെ നല്ല എക്സ്പീരിയൻസ്. അവിടെ 1 വർഷം ഞാൻ വർക്ക് ചെയ്ത്. അവരെ പ്രൊഡക്റ്റ് ഞാൻ ഉണ്ടാക്കി സാധനം കൊടുത്തു. നീ ആദ്യം വർക്ക് ചെയ്ത കമ്പനിയിൽ എത്രയായിരുന്നു സാലറി? കമ്പനിയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എന്ന് പറഞ്ഞാൽ നീ ഞെട്ടും, 4000 രൂപ ആയിരുന്നു എനിക്ക് പറഞ്ഞ സാലറി. ഒരു ഇന്റേണായിട്ട് കയറുകയാണ്. 4000 അവർ പറഞ്ഞു, പക്ഷെ എനിക്ക് കിട്ടിയപ്പോൾ 6000 കിട്ടി. അവിടെ നിന്നുള്ള യാത്രയാണ്. അവിടുന്ന് ഇപ്പൊ ഫൈനല് എമൗണ്ട് നമുക്ക് ലാസ്റ്റ് പറയാം. ഈ ഇപ്പൊ കയറിയ പയ്യന്മാരുടെ കോഴിക്കോട് ഉള്ള അവരുടെ കമ്പനിയിൽ എത്തിയപ്പോ എനിക്കൊരു 20 ആ റേഞ്ചിലേക്കൊക്കെ എത്തി. ഞാൻ 20 എത്തി. ലാസ്റ്റ് 20+ കുറച്ചും കൂടി അധികം കിട്ടി. കാര്യം ഞാൻ കുറച്ച് വേറെ എക്സ്ട്രാ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഈ WMO കോളേജിൽ ഇതിന്റെ അണ്ടറിൽ കിട്ടിയാലോ അണ്ടറിൽ കൊടുക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ കിട്ടി. ഞാൻ അവിടെ വർക്ക് ചെയ്തു. അവിടെ പഠിച്ചു. വർക്ക് ചെയ്യുമ്പോഴാണല്ലോ കൂടുതൽ നമ്മൾ പഠിക്കുക. കുറെ ഇഷ്യൂസ് വരുന്നു, അത് കൂടുതൽ റിസർച്ച് ചെയ്യുന്നു, പഠിക്കുന്നു. അങ്ങനെ അതൊരു പഠനവും വർക്കും ഒക്കെ ആയിട്ട് അങ്ങനെ ആ ഒരു വർഷം പോകും. എന്നിട്ടെന്താ അവിടെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ബാംഗ്ലൂരിലേക്ക് ചെക്ക് ചെയ്തത്.